ഇപ്പോൾ ഈ നേപ്പാളിൽ തന്നെ പല പ്രളയബാധിത മേഖലകളിലും അകപ്പെട്ടിട്ടുള്ള ഭൂരിഭാഗം മലയാളികളും അവർ സുരക്ഷിതരാണ് എന്നാണ് നോർക്ക റൂട്ട്സ് പറയുന്നത്. ആശയവിനിമയം നടത്താൻ കഴിയാതിരുന്ന 53 പേരിൽ 43 പേരുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. ഇവരെ എത്രയും വേഗം നാട്ടിലെത്തിക്കാനാണ് നീക്കം. ഇതര സംസ്ഥാനക്കാരായ 10 പേരുമായി ഇനിയും ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. അനുരു അശോകൻ വിവരങ്ങളുമായി ചേരുന്നു. അനുരു, ഇപ്പൊ നേപ്പാളിൽ നിന്ന് വരുന്ന വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ശരിക്കും ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. എല്ലാവരും ഈ വിഷയത്തിൽ വലിയ ആശങ്കയിലാണ്. എങ്കിൽ പോലും നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇവിടെ നിന്ന് പോയ നമ്മുടെ പ്രിയപ്പെട്ടവരായ 53 പേര്, കുറച്ചധികം സംഘങ്ങൾ അവിടെ ഉണ്ട്. ഇവരെയൊക്കെ നാട്ടിലേക്ക് എത്തിക്കണം. ഇവരുടെ അവസ്ഥ എന്തായി? അവിടെ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല. റോഡും പാലവും പൊതുഗതാഗത സംവിധാനങ്ങളും ഒക്കെ താറുമാറായിരിക്കുകയാണ്. അപ്പം നോർക്കയുടെ ഇടപെടൽ എങ്ങനെയാണ്? നോർക്ക റൂട്ട്സ് പറയുന്നത് എന്താണ്? ഇത് വലിയ വിഷമിച്ച ഒരു അവസ്ഥ തന്നെയായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ നമുക്ക് മലയാളി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. അതായത് നേപ്പാളിൽ കുടുങ്ങിപ്പോയ അല്ലെങ്കിൽ ബന്ധപ്പെടാൻ കഴിയാതിരുന്ന 53 പേരിൽ 43 പേരുമായി ഇപ്പോൾ ബന്ധപ്പെടാൻ സർക്കാർ വൃത്തങ്ങൾക്ക് സാധിച്ചു എന്നുള്ള വിവരമാണ് ഈ നിമിഷം നമ്മൾക്ക് ന്യൂസ് മലയാളത്തിലൂടെ പങ്കുവയ്ക്കാനുള്ളത്. ഇനിയുള്ളത് 10 പേരാണ്. ആ 10 പേരെന്ന് പറയുന്നത് ഇതര സംസ്ഥാനക്കാരാണ്. അവരെ ബന്ധപ്പെടാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നോർക്ക റൂട്ട്സുമായിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവിടെ പ്രളയബാധിത പ്രദേശങ്ങളിലായതുകൊണ്ട് തന്നെ പല നെറ്റ്വർക്ക് സംവിധാനങ്ങളുമുണ്ട്. ഒരുപക്ഷെ ഇവരെ ബന്ധപ്പെടാനായില്ലെങ്കിലും ഇവർ ഇതെല്ലാം സുരക്ഷിതരാണ് എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് സർക്കാർ സംവിധാനങ്ങൾ. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലടക്കം 100 കണക്കിന് മലയാളികളാണ് വിനോദസഞ്ചാരത്തിനും മറ്റുമായിട്ട് നേപ്പാളിൽ ഉണ്ടായിരുന്നത്. ഇവരിൽ 53 പേരെ ബന്ധപ്പെടാനാകുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ബന്ധുക്കളും ഇവരുടെ സുഹൃത്തുക്കളും അടക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും നോർക്ക റൂട്ട്സിനെയും അതുപോലെ തന്നെ ഇന്ത്യൻ എംബസിയിലേക്കും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലും ബന്ധപ്പെട്ടത്. ഇന്നലെ മുതൽ ഇവരെ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നിമിഷത്തിൽ നമുക്ക് ലഭിക്കുന്നത് ഈ ബന്ധപ്പെട്ടവരിൽ, അതായത് കാണാനില്ല അല്ലെങ്കിൽ ബന്ധപ്പെടാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് വിവരം ലഭിച്ചവരിൽ 43 പേരെയും ബന്ധപ്പെടാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇനിയുള്ളത് 10 പേരാണ്. 10 ഇതര സംസ്ഥാനക്കാരാണ്. ഇവരെ ബന്ധപ്പെടാനുള്ള ശ്രമങ്ങളാണ് ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ലാസ്റ്റ് ലൊക്കേഷൻ, ഇവർ എങ്ങോട്ടാണ് പോകാൻ ശ്രമിച്ചത് എന്നുള്ള വിവരങ്ങളടക്കം ബന്ധുക്കളിൽ നിന്ന് ശേഖരിക്കുന്നുണ്ട്. നേരത്തെ നമ്മളോട് ന്യൂസ് മലയാളത്തോട് നോർക്ക CEO രാജേഷ് മാധവൻ സൂചിപ്പിച്ചതുപോലെ ഇവരുമായി ബന്ധപ്പെടാനുള്ള ഓരോ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഒരു ട്രാവൽ ഹിസ്റ്ററി പരിശോധിച്ച് വരികയാണ്. ഇവർ അവസാന നിമിഷം എവിടെ നിന്നാണ് ബന്ധുക്കളെ ബന്ധപ്പെട്ടത് തുടങ്ങിയ വിവരങ്ങളൊക്കെ ഓരോ നിമിഷവും ബന്ധുക്കളുമായി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഒരു പക്ഷേ ഇവർ ബന്ധുക്കളെ വിളിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ആ വിവരം കേരളത്തെ അറിയിക്കണമെന്നും സർക്കാർ ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇവരെയും ഉടൻ തന്നെ ബന്ധപ്പെടാൻ സാധിക്കും. ഇവർ സുരക്ഷിത സ്ഥാനങ്ങളിൽ ഉണ്ട് എന്ന് അറിയാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് നോർക്ക റൂട്ട്സ് CEO രാജേഷ് മാധവനും പറയുന്നത്. എന്തായാലും മലയാളികളെ സംബന്ധിച്ച് ഇപ്പോൾ വലിയൊരു ആശ്വാസമാണ്. കാണാനില്ല, ബന്ധപ്പെടാനില്ല എന്ന് പറഞ്ഞ 43 പേരിൽ അവർ